ശ്രീ ബിബിൻ എഴുപ്ലാക്കൽ അമ്മമാരെ പറ്റിയാ പറയുന്നത്. എത്ര സത്യം, 5 വയസ്സുള്ളപ്പോൾ എപ്പോഴും പുറകെ നടക്കുമല്ലേ. ഐ ലവ് യു മമ്മി, ഐ ലവ് യു അമ്മ, ഉമ്മ ഉമ്മ ഉമ്മ. അതാണ് 5 വയസ്സുകാരിയുടെ അമ്മയോടുള്ള പ്രകടനം. അമ്മയോട് പറയും ഈ വീട് വിട്ട് പോയാൽ സമാധാനം കിട്ടുമെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു 25 വയസ്സിൽ നമ്മൾ തിരിച്ചറിയും അമ്മ പറഞ്ഞതാണ് ശരിയെന്ന്. ഒരു 30 വയസ്സിൽ അമ്മയെ പോയി കാണാൻ കൊതി തോന്നി തുടങ്ങും. 40കളോടടുക്കുമ്പോൾ അമ്മയില്ലാതെ എന്ത് ചെയ്യുമെന്ന് ഭയം വന്നു തുടങ്ങും. അമ്മയെ കാണാൻ കൊതി ഇങ്ങനെ കൂടും. 60കളിലേക്ക് എത്തുമ്പോൾ അമ്മയുടെ സ്വരം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് തോന്നി തുടങ്ങും. ഇത്രമാത്രം കൊതി തോന്നും. എനിക്ക് ഉറപ്പാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അമ്മയുമായുള്ള ബന്ധം റിഗ്രറ്റ് ഇല്ലാതെ കാണണമെങ്കിൽ ഗോ ആൻഡ് സെലിബ്രേറ്റ് വിത്ത് ഹർ ആൻഡ് ടെൽ ഹർ ഐ ലവ് യു അമ്മ. Go and celebrate with your mother and tell her I love you അമ്മ. നമുക്കൊരു 5 വയസ്സുള്ളപ്പോൾ അല്ലേ, 5 വയസ്സുള്ളപ്പോഴേക്കും അമ്മയോടുള്ള ആറ്റിറ്റ്യൂഡ്. നമ്മൾ വഴക്കാകും ഐ ഹേറ്റ് യു അമ്മ. 12 വയസ്സെത്തി കഴിയുമ്പോഴേക്കും അമ്മയിൽ നിന്നും എന്തൊക്കെയോ ഒളിക്കാനുണ്ടെന്ന് വരും. എല്ലാം എനിക്കറിയാം. 16-ലെത്തുമ്പോഴോ ഇനി ഞാൻ നോക്കിക്കോളാം. കഴിയുമ്പോൾ അമ്മയോട് പറയും ഈ വീട് വിട്ട് പോയാൽ സമാധാനം കിട്ടുമെന്നൊക്കെ. 20 കഴിഞ്ഞാലോ അമ്മയിൽ നിന്നും അകലാൻ തുടങ്ങും. പിന്നെ എന്തൊക്കെയോ ഒളിക്കാൻ തുടങ്ങും. പിന്നെ സ്വന്തമായിട്ടൊരു കൂട്ട് ഉണ്ടാകണമെന്ന് ചിന്ത വരും. പിന്നെ അമ്മയോടുള്ള ഷെയറിങ് അങ്ങ് കുറയും. പിന്നെ ഷെയറിങ് മൊത്തം കൂടിയെടുക്കുന്ന അവനോടായിരിക്കും. നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ വീടിനെ കുറിച്ച് തിരക്കണമെങ്കിൽ കൂടി നിൽക്കുന്ന അവനോട് ചോദിച്ചാൽ മതി, അല്ല അവളോട് ചോദിച്ചാൽ മതി. ഇതായിരിക്കും പിന്നീടുള്ള അവസ്ഥ. അപ്പോൾ അങ്ങനെ അമ്മയെ അകറ്റി മാറ്റി നിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങളായിരിക്കും. ഒരു 30-ലെത്തി കഴിയുമ്പോഴോ ശല്യം, എങ്ങനെയെങ്കിലും അമ്മയുടെ അരികിൽ നിന്നൊന്ന് മാറി തന്നാൽ മതി, അല്ലെ മാറിപ്പോയാൽ മതി എന്ന ചിന്ത. അപ്പോൾ ഈ 30 വയസ്സ് വരെയൊക്കെ അമ്മയുടെ ആ ഒരു പ്രായം മൊത്തം ആർക്കൊപ്പമാണ്, ആർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതാ? മക്കളാക്കാൻ. എന്നിട്ടോ നന്ദി എന്ന് പറയണത് അല്പം പോലും ഇല്ലാതെ തിരിഞ്ഞൊരൊറ്റ പോക്കുണ്ട്. എവിടെയോ വഴിയിൽ കണ്ട ഒരുത്തനെ കൂട്ടിക്കൊണ്ടുള്ള ഒരൊറ്റ പോക്ക്. അപ്പോൾ ആ വീട് വിട്ട് പോയാൽ സമാധാനം കിട്ടുമെന്നുള്ള ചിന്തയിലായിരിക്കും പിന്നെ അങ്ങോട്ട്. അതിനു വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഇന്നലെ വരെ ആളാകാൻ കൂടെ നിന്ന് ആളാക്കി എടുത്തവരെയൊക്കെ കൂടെ നിന്ന് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കൂടിയവനുമായിട്ട് ഒരൊറ്റ പോക്ക്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഞാൻ ചെയ്തത് ഒന്നും ശരിയായിരുന്നില്ല, ഞാൻ പറഞ്ഞത് അമ്മ എന്നോട് പറഞ്ഞു തന്നതൊന്നും ഞാൻ കേട്ടില്ല, എനിക്കത് കേൾക്കാനായിട്ട് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല, ഇന്നെനിക്കതിൽ പശ്ചാത്താപം തോന്നുന്നു എന്നൊക്കെ ചിന്തിക്കാനായിട്ട് വീണ്ടും എടുക്കും. അങ്ങനെ 50 വയസ്സ് കഴിയുന്ന അമ്മമാരെല്ലാം ഇന്ന് മക്കൾക്ക് ഇന്ന് ആരുമല്ല, അവരുടെ വാക്കുകൾക്ക് വിലയില്ല. അവര് 40കളിലൊക്കെ അവരും ഇല്ലാതെ ഇവർക്കാർക്കും അവരുടെ അടുത്തേക്ക് നീങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരുണ്ടെങ്കിൽ അമ്മമാരുടെ 40കളിലൊക്കെയാണ് ഇവർ 20 കഴിഞ്ഞെത്തുന്നത്. അപ്പോഴേക്കും അവരുടെ വഴി തേടി പിടിക്കാനും അതിനൊപ്പം എന്തും അമ്മയോട് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാലമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടോ അമ്മയെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇനി എനിക്ക് എൻ്റെ വഴി ഞാൻ വെട്ടിത്തെളിക്കും, എൻ്റെ ജീവിതം ഞാൻ പടുത്തുയർത്തും. ഇന്നലെ വരെ ഇവർക്ക് വേണ്ടി ജീവിതമുണ്ടാക്കി കൊടുക്കാൻ ഓടി വേർത്ത് കഷ്ടപ്പെട്ട് ഓടി നടന്ന അമ്മയും വഴിയാധാരം. അമ്മയുടെ ചിന്ത, അമ്മയുടെ പ്രതീക്ഷ, അമ്മയുടെ സ്വപ്നം, അത് പ്രത്യേകിച്ചും ആൺമക്കളില്ലാത്ത അമ്മമാരാ കൂടുതൽ പെൺകുട്ടികളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഒരു ആൺമകന്റെ സ്ഥാനത്ത് നിന്ന് ഈ പെൺകുട്ടി തനിക്ക് വേണ്ടി കൂടെ നിർത്തി തൻ്റെ കൂടി താല്പര്യം എടുത്തുകൊണ്ട് സ്വന്തമായൊരു ജീവിതം പടുത്തുയർത്തു എന്ന് ചിന്തിക്കുന്ന അമ്മമാരുണ്ട്. ആ അമ്മമാർക്കാണ് അടിയേക്കുന്നത്. അവരുടെ മനസ്സിനെ പോറലേൽപ്പിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളെ തേടി പിടിച്ച് സൗഹൃദം ഉണ്ടാക്കി സ്വന്തമായിട്ട് ജീവിതം ഉണ്ടാക്കി പോകുന്നത്. അപ്പോൾ അത് വളരെ വലിയ, എന്താ പറയുക, ആ അമ്മയുടെ മനസ്സിനേൽക്കുന്ന മുറിവിനെ കുറിച്ച് ഒരു നിമിഷം ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തം ജീവിതം കൈപ്പിടിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കൂടെ നിന്ന് നിങ്ങളെ ആകാനായിട്ട് ആകാശത്തോളം വളരാൻ കൂടെ നിർത്തിയ അമ്മയെ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ മറന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വഴിയെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിച്ചുള്ളൂ? അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു വഴിയിലേക്ക് നിങ്ങൾ പോകരുതെന്ന് ആ അമ്മ എത്രയോ തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളത് ചെവി കേട്ടോ? നിങ്ങൾ എന്താ ചെയ്തേ?
നിങ്ങളുടെ മാത്രം ചിന്ത, ടു സെൽഫിഷ് എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ മാറുകയാണ് ഇന്നത്തെ പെൺകുട്ടികൾ ഓരോരുത്തരും. നമ്മളുടെ ആവുന്ന അമ്മമാരുടെ മനസ്സിൽ രൂപപ്പെടുന്ന വിഷാദവും വിഷമവും അവരുടെ ഒറ്റപ്പെടലും അവരോടുള്ള അവഗണനയും ഇതൊന്നും ആർക്കും ഒരു പ്രശ്നവുമല്ല. അവരെ മനസ്സിലാക്കാനായിട്ട് ഒരാൾ പോലും ഉണ്ടാവുകയില്ല. അതാണ് ഇന്നത്തെ ഈ പുതുയുഗത്തിൻ്റെ കുട്ടികളെന്ന് പറയുന്നത്. അമ്മയെ അവരുടെ കാര്യം കാണാൻ വേണ്ടി മാത്രം കൂടെ നിൽക്കുകയും കാര്യം നേടിക്കഴിയുമ്പോൾ പുറംകാലി കൊണ്ട് തൊഴിക്കുകയും ചെയ്യുന്ന മക്കളുടെ കാലത്തുള്ള ഈ മക്കൾ ഇതെല്ലാം ഒന്ന് കേട്ടറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വീഡിയോ കാണുക, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.